നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ ഐതിഹാസികമായ വിജയമാണ് BJP ഇപ്പോൾ ആഘോഷിക്കുന്നത്. തിരുവനന്തപുരം ഇത്തവണ ഇല്ലെങ്കിൽ ഇനിയില്ല. രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടമായിരുന്നു തിരുവനന്തപുരത്ത് BJP നടത്തിയത്. 50 വാർഡുകൾ വിജയിച്ചിരിക്കുന്നു. അവര് തന്നെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഒക്കെ ആവും. മേയർ ഈ പറയുന്ന പോലെ ആരുമായിരിക്കും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, അപ്രതീക്ഷിതമായ കൗൺസിലർ ആയിരിക്കും മേയർ ആവും. ഇതൊന്നുമല്ല നമ്മുടെ ചർച്ച. തലസ്ഥാനം എങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഈ പറയുന്ന 50 വാർഡുകളിലെ വിജയം BJPക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ആത്മവിശ്വാസം. BJPക്ക് കാര്യം മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും കണക്കിന്റെ ഒരു കളി വെച്ച് നോക്കുമ്പോഴത്തേക്കും കണക്ക് പ്രകാരം ഇത്തവണ CPM-നാണ് കൂടുതൽ വോട്ട്. സീറ്റ് കൂടുതൽ 50 സീറ്റ് BJPക്ക് തന്നെയാണ്. പക്ഷെ വോട്ട് കൂടുതൽ CPM-ന് തന്നെയാണ്. 1,60,000 മുകളിൽ വോട്ട് CPM-ന് കിട്ടിക്കഴിഞ്ഞു. ഒരു 5,000-10,000 വോട്ടിന്റെ വ്യത്യാസമാണ് CPM BJP തമ്മിലുള്ളത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തോട്ട് കിട്ടും. ലോക്സഭാ ഇലക്ഷനിൽ 1-ാം സ്ഥാനത്ത് BJP ആയിരുന്നു, 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു, 3-ാം സ്ഥാനത്ത് CPM നേരെ റീബൗണ്ട് അടിച്ചിട്ട് 2-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്തേക്ക്. പക്ഷെ വോട്ട് വിഭജനവും പിന്നെ വാർഡ് വിഭജനവും കണക്കാക്കി വന്നപ്പോഴത്തേക്കും BJP ആണ് 50 സീറ്റ് ജയിച്ചത്. ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും മലയാള മനോരമയും മാതൃഭൂമിയും പുറത്തുവിട്ട കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും നിയമമണ്ഡലത്തിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും BJP ആണ് 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതെ, കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തും കോവളത്തും 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് CPM ആണ് വന്നിട്ടുള്ളത്. ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലും നേമത്തും BJP ജയിക്കണം, നിയമസഭയിൽ BJP ജയിക്കണം. അതായത് സാഹചര്യം പരിശോധിക്കുമ്പോഴത്തേക്കും വോട്ടും പരിശോധിക്കുമ്പോഴത്തേക്കും നേമത്ത് BJP ഉറപ്പായിട്ട് ജയിക്കും. കാരണം അതിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വരണം. അല്ലെങ്കിൽ 3 സാധാരണ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കോൺഗ്രസിന് ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാലാണ് BJP റീബൗണ്ട് ആയി പോകുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത ഇനി ഇല്ല. മുരളീധരൻ മത്സരിക്കത്തില്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ശിവകുമാർ എന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെ ആരാ വരാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല. മിക്കവാറും എൻ ശക്തൻ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ നിയമത്ത് ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശബരിനാഥ് എന്തായാലും അരുവിക്കരയായിരിക്കും. മത്സരിക്കുവാണെങ്കിൽ അരുവിക്കരയായിരിക്കും. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ശബരിനാഥിനെ എനിക്ക് തോന്നുന്നില്ല. ആ വാർഡ് ആ വാർഡിൽ നിന്ന് മാറി നിയമസഭയിലേക്ക് കൊടുത്താൽ എങ്കിൽ ആ ശാസ്തമംഗലം വാർഡ് ഈസി ആയിട്ട് 74 വോട്ടിനാണ് മസൂദ് നേരെ തോറ്റുപോയത്. അതും ശബരി ആകുമെന്നും ശബരി മേയർ ആകുമെന്നും ഒക്കെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 74 വോട്ടിനാണ് തോറ്റുപോയത്. അതുകൊണ്ട് പിന്നെ ശബരിയെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ നിയമത്ത് ആര് വരും? എന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഷജീർ ആയിരിക്കും, യൂത്ത് കോൺഗ്രസ് നിയമ ഷജീർ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ലോക്കൽ നേതാവായിരിക്കും. ഷജീർ ഞാൻ ചോദിക്കട്ടെ, ഷജീർ 2 തവണ കോർപ്പറേഷനിൽ പോലും ജയിക്കാൻ പറ്റുന്ന ആളാണ്. കാരണം ഷജീറിന്റെ സ്വന്തം സ്ഥലമാണ് നിയമം. പക്ഷെ വേറെ കാര്യമുണ്ട്, നിർത്താൻ ആളില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഘടകകക്ഷിക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു നല്ല മണ്ഡലം കോൺഗ്രസ് എടുത്ത ശേഷം തോക്കുമെന്ന് ഉറപ്പുള്ള ഈ നിയമം ഘടകകക്ഷിക്ക് കൊടുക്കുക. സുരേന്ദ്രൻപിള്ള മത്സരിച്ചിട്ടുണ്ട്, ചാരുവാർ രവി മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും BJP ജയിച്ചാലും പേര് ദോഷമില്ല. അപ്പൊ നടക്കാൻ പോകുന്ന വെച്ചാല് രാജഗോപാൽ ജയിച്ച പോലെ തന്നെ ജയിക്കാൻ സാധ്യത. അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിയമമണ്ഡലത്തില് CPM-ന്റെ വോട്ട് CPM നിലനിർത്തിയിട്ടുണ്ട്. അതെ, എന്നുവെച്ചാ വോട്ട് CPM-ന്റെ ഒഴുകിയിട്ടില്ല, CPM പോയിട്ടില്ല. അപ്പോ BJP മുളകമ്പുള്ളിൽ വെച്ചാൽ ആര്യയുടെ വാർഡ് മുളകമ്പുള്ളിൽ നല്ല ഭൂരിപക്ഷത്തിനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചത്. അതെ, പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ഈ തദ്ദേശത്തിൽ വരുന്നത് പോലെ ആയിരിക്കില്ല നിയമസഭയിൽ. അതെ, ആ നിയമസഭയിലും ലോക്സഭയിലും തദ്ദേശവും മൂന്ന് പാറ്റേണിലാണ് സ്ഥാനാർത്ഥികൾ നോക്കിയിട്ടാണ്. അപ്പം ചന്ദ്രശേഖരന് ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ 6 മാസം മുന്നേ തദ്ദേശ ഇലക്ഷന്റെ ഫലം വരുന്നതിന് മുന്നേ തന്നെ ഞാനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ശിവൻകുട്ടി മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് അടുത്ത പോയിന്റ്. ഇതുവരെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM-നകത്ത് 2 നിബന്ധന 2021 അവർ ശക്തമായിട്ട് അവർ ഫോളോ ചെയ്തായിരുന്നു. അത് 26 വരുമ്പോഴത്തേക്കും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് അകത്തുനിന്ന് അറിയാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ അത് ശക്തമായി ഫോളോ ചെയ്യാൻ പോകുന്നില്ല. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2021 അവസ്ഥയല്ല, തിരിച്ചടി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നൊരു. കാട്ടാക്കട തിരിച്ചടി കിട്ടും, വട്ടിയൂർക്കാവിൽ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്, കഴക്കൂട്ടത്ത് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്, നേമത്ത് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല
അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം എല്ലാ സീറ്റും മാറേണ്ടി വരും. എനിക്ക് തോന്നുന്നു അരുവിക്കര മാത്രം ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യത. അരുവിക്കര സ്റ്റീഫൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല സ്റ്റീഫന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു 2021. അതുകൊണ്ട് സ്റ്റീഫൻ ഒരു തവണ എന്തായാലും കൊടുത്തേ പറ്റും. അതുകൊണ്ട് സ്റ്റീഫൻ തന്നെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷെ എന്തോ കാട്ടാക്കടയില്, കഴക്കൂട്ടത്ത്, പിന്നെ വർക്കലയില്, വാമനപുരത്തൊക്കെ രണ്ട് 2 ടൈമായി. അപ്പൊ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരും. ആറ്റിങ്കൽ എന്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ഥാനാർത്ഥി മാറ്റുവാണെങ്കിൽ അതിന്റെ തിരിച്ചടി LDF ആയിരിക്കും. കാരണം ഇത് ഇപ്പൊ ഫ്രഷാണ്. ഇപ്പൊ 3 പേരും ഫ്രഷാണ്. 3 പേര് ഫ്രഷ് ആകുമ്പോഴത്തേക്കും ജനം ചിന്തിക്കാൻ പോകുന്നത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചായിരിക്കും, അല്ലാതെ സ്ഥാനാർത്ഥിയെ നോക്കത്തില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിയമം ഇത്തവണ BJP തൂക്കും, യാതൊരു സംശയമില്ല. 2026. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് നിയമം കഴിഞ്ഞാൽ പിന്നെ വട്ടിയൂർക്കാവാണ് BJPക്ക് ലീഡ് വന്നത്. വട്ടിയൂർക്കാവ് BJP തൂക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ നേരത്തെ നിയമത്തെ കുറിച്ച് പറഞ്ഞ അതേ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴാണ് കാര്യം വരുന്നത്. സ്ഥാനാർത്ഥി നോക്കി വോട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രശാന്താണ് ബെറ്റർ സ്ഥാനാർത്ഥി. പ്രശാന്തിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ സീറ്റ് CPM പോകും. പ്രശാന്ത് മത്സരിക്കുന്നെങ്കിൽ CPM ആ വോട്ട് പ്രശാന്തിന് തന്നെ ആയിരിക്കും. ആ വോട്ട് നിലനിർത്താൻ പറ്റുകയും ചെയ്യും. 61,000 വോട്ടാണ് 2021 പ്രശാന്തിന് കിട്ടിയത്. 61,000 വോട്ട്. വട്ടിയൂർക്കാവ് വളരെ ഒരു സമസ്യയാണ്. എന്തായാലും നിയമം നമ്മൾ കഴിഞ്ഞു. വട്ടിയൂർക്കാവ് ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്തായാലും വട്ടിയൂർക്കാവ് നമുക്ക് നാളത്തെ ദിവസം ചർച്ച ചെയ്യാം. ഒരു കാര്യം കൂടി അജിത്, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഒരു അൺഒഫീഷ്യൽ ടോക്കിൽ പറഞ്ഞതുപോലെ ഒരു ത്രിപുരയായി തിരുവനന്തപുരം ത്രിപുരയാണ്. തിരുവനന്തപുരം 2017 ആദ്യമായിട്ട് ത്രിപുരയിൽ BJP ജയിക്കുന്ന അതേ സിറ്റുവേഷനിലോട്ട് തിരുവനന്തപുരം നഗരസഭ എത്തിയിരിക്കുകയാണ്. ഞാനത് നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യമാണ്. ത്രിപുര ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം എക്സാക്ട്ലി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് CPM വന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റ് വന്നത് BJP. ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നു തലസ്ഥാനം BJPയുടെ കയ്യിൽ വാർഡ് വിഭജനം വ്യക്തമായിട്ട് നടത്താതെ വെച്ചാൽ ഇപ്പോഴത്തെ വാർഡ് വിഭജനത്തിനകത്ത് എന്തായാലും തിരിച്ചടി കിട്ടിയിട്ടുള്ളത് LDF-നാണ്. അത് വാർഡ് വിഭജനം LDF-ന് ബെനിഫിറ്റ് ആവുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. അതിനുവേണ്ടിയാണ് വാർഡ് വിഭജനം നടത്തിയത്. പക്ഷേ അതിനെനിക്ക് തോന്നുന്നു അതിനെതിരെ BJP വലിയ പ്രതിഷേധം നടത്തി. എന്നിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയപ്പോഴും അതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല എന്ന് വെച്ചപ്പോ ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ് വെച്ചാല് വാർഡ് വിഭജനത്തിനെതിരെ ഭയങ്കര പ്രതിഷേധം ആദ്യത്തെ ഒരാഴ്ച നടത്തി. 2ാമത്തെ ആഴ്ചയോട്ട് BJP പിന്നെ കണ്ടില്ല, പണിയെടുത്തു BJP. അതെ, എന്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര പ്രതിഷേധമായിരുന്നു. കോൺഗ്രസ്സുകാരുടെ സ്ഥലത്തില്ലോ ഇവിടെ ഇല്ല, അതുകൊണ്ട് പിന്നെ കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ല. അപ്പം വാർഡ് വിഭജനത്തെ കുറിച്ച് പ്രതിഷേധം ഉയർത്തിയത് BJP ആയിരുന്നു. ഞാൻ ആ സമയത്ത് താമസിക്കുന്നത് പങ്ങപ്പാറ കാര്യവട്ട മേഖലയിലായിരുന്നു. ആ സമയത്ത് അവിടെ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ആ ഒരാഴ്ച ഫ്ലക്സ് ഒക്കെ കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഫ്ലക്സ് ഒന്നും കണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒന്നുകിൽ മനസ്സിലായി അതിനൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ആക്കാമെന്ന് മനസ്സിലായി. പണിയെടുത്ത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് ഇപ്പോഴേ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവർ തോന്നി. CPM-ന്റെ കാര്യത്തിൽ പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കി വെച്ച 2 കോർപ്പറേഷനാണ് അവർ സീരിയസ് ആയിട്ട് അവർക്ക് തിരിച്ചടി കിട്ടിയത്. തിരുവനന്തപുരം, കൊല്ലം. ബാക്കി എല്ലായിടത്തും എറണാകുളം ആയാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും കോഴിക്കോടായാലും ഈ ബാക്കി 4 CPM പ്രതീക്ഷ പോലെയാണ് സംഭവിച്ചത്. കാരണം വെച്ചാൽ എറണാകുളത്ത് 2020 അവർ ജയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ UDF-ന്റെ വോട്ട് സ്പ്ലിറ്റായി. പിന്നെ V4 കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്പ്ലിറ്റ് വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ തരംഗം ഉണ്ടായിരുന്നു. തരംഗത്തിനകത്ത് വീഴാത്ത കണ്ണൂര് എന്തായാലും ഇത്തവണ കിട്ടത്തില്ലെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് കണ്ണൂർ പോകുന്ന കാര്യത്തിൽ അവർ യാതൊരു വിഷമമില്ല. കോഴിക്കോട് അവര് ഇത്ര പ്രതീക്ഷയില്ല, ലീഗ് വർക്ക് ചെയ്യുന്ന പ്രതീക്ഷയില്ല, പക്ഷെ എന്നാലും അവർ പിടിച്ചു നിർത്തി. തരംഗത്തിൽ കിട്ടിയതാണ് തൃശ്ശൂർ. ആ സമയത്തും സ്വതന്ത്രനെ വെച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തരംഗത്തിൽ കിട്ടിയാണ് തൃശ്ശൂർ. ഇത്ര തരംഗമില്ലാതെ തൃശ്ശൂരും കിട്ടുന്നത് മനസ്സിലായി. എറണാകുളത്ത് UDF-ന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ആരുമില്ലായിരുന്നു, അതും പോയി. പക്ഷെ തിരുവനന്തപുരം, കൊല്ലം ഒരു പ്രതീക്ഷയില്ല. അവിടെ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അമിതമായിട്ടുള്ള കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് തോറ്റതാണ് തിരുവനന്തപുരം, കൊല്ലം. എന്തായാലും വളരെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇനി നമ്മൾ ഈ തദ്ദേശത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനേക്കാൾ ഉപരി ഇവിടെ സംഭവിച്ചതിനെ വെച്ചിട്ട് നമുക്ക് 26-ലേക്ക് പോവുക. നമ്മളെപ്പോഴും വളരെ നീണ്ട ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കുക. ഇനി മുതലുള്ള ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും ഈ കേരളത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളുടെ ഇഴകീറി പരിശോധിക്കുന്നതാണ്. നിങ്ങൾക്കും അതിലെ അഭിപ്രായങ്ങൾ കമന്റുകളായി പറയാം. നിങ്ങൾക്കുള്ള അറിവുകൾ കമന്റുകളായി നൽകുക. നന്ദി, നമസ്കാരം.